ഉള്ളിയും വെളുത്തുള്ളിയും തേങ്ങയൊന്നും ചേർക്കാത്ത ഈ പച്ചമാങ്ങ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഇതൊരു മഹാരാഷ്ട്രീയൻ കോണ്ടിമെന്റ് ആണ്. ഇതിന്റെ പേര് തേച്ച. തേച്ചാന്നും ടേച്ചാന്നും ഒക്കെ അവിടെ പറയും. ഇന്ന് ഞാൻ പച്ചമാങ്ങ ചേർത്തുള്ള വേഷനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ കൈരീക്ക ടേച്ച എന്ന് പറയും. കൈരി എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങ. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിക്കോളൂ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇനി പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ സാദാ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം നന്നായിട്ട് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 100 ഗ്രാം റോസ്റ്റഡ് ആയിട്ടുള്ള നിലക്കടല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഒരു 100 ഗ്രാം. പച്ച നിലക്കടല ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട്, പക്ഷെ റോസ്റ്റഡ് ആയിട്ടുള്ള ചേർക്കുന്നതാണ് നമുക്ക് എളുപ്പം. ഈ ഒരു റെസിപ്പിയിൽ വെളുത്തുള്ളി ഒരു ഘടകം തന്നെയാണ്, പക്ഷെ ഇന്ന് ഞാൻ വെളുത്തുള്ളി ഇല്ലാതെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നമ്മൾ നിലക്കടല ചേർത്ത് കൊടുത്തില്ലേ, അതേ സമയത്ത് തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. തോലില്ലാതെ ഒരു 4-5 അല്ലികൾ ചേർത്ത് കൊടുക്കാം. നിലക്കടല ഒരു പകുതി 1/4 പാകമാകുമ്പോൾ, അതായത് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 5-6 പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നല്ല എരിവുള്ള 5-6 പച്ചമുളകാണ് എടുത്തത്. ഇതാ കണ്ടില്ലേ, നിലക്കടലയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ആ ചൂടിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ചൂട് തന്നെ മതി, തീ കത്തിക്കണ്ട. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക്, തണിഞ്ഞ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം, ഒന്ന് കൂൾ ഡൗൺ ആവുന്നത് വരെ. ഇപ്പം നമ്മൾ പച്ചമാങ്ങയുടെ തേച്ചയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചമാങ്ങ എടുക്കാം. 2 ചെറിയ പച്ചമാങ്ങ എടുത്താൽ മതി. അത് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. നല്ല പുളിപ്പുണ്ട് കേട്ടോ. നിറം മൈൻഡ് ചെയ്യണ്ട. നിറം ഇളം മഞ്ഞ നിറത്തിലാണെങ്കിൽ നല്ല പുളിപ്പുണ്ട് ഇതിന്. നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ മാങ്ങയുടെ ഒന്ന് തണുത്തതിന് ശേഷം മാങ്ങയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടി ഫ്രഷ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഉപ്പിൻ്റെ ലെവലിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ റോസ്റ്റഡ് ആയിട്ടുള്ള നിലക്കടല അതിൽ അല്പം ഉപ്പുണ്ടാവും. അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് എല്ലാം കൂടെ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. തേച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിതരിപ്പായിട്ടാണ് കിടക്കുക, അതൊരിക്കലും സ്മൂത്ത് ആക്കാറില്ല. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ തേച്ച, അതായത് മഹാരാഷ്ട്രീയൻ കൈരീക്ക തേച്ച ഇവിടെ റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ചേരും. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും നല്ലതായിട്ട് ചേരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വെളുത്തുള്ളി കഴിക്കുന്നവർ അത് ചേർത്തിട്ടും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.